ഹേ ഡിയേഴ്സ്, നമുക്കൊന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. പൊട്ടറ്റോ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാനൊരു 2 പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് വേവുന്ന ടൈം കൊണ്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം. ഇതൊരു 3 സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. അതെടുത്തിട്ട് നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും കൂടാതെ നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ലൂസ് ബാറ്റർ തന്നെയാണ്. അതുണ്ടാക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിനി അടുത്തത് വേണ്ടത് ഇത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മൾ പാലിലൊക്കെ കലക്കി കുടിക്കുമല്ലോ, അതുപോലത്തെ കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ ഇതില്ലെങ്കിലും ബ്രെഡ് ക്രംസ് ആണെങ്കിലും മതി. പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല കഴിക്കുമ്പോൾ ബൈറ്റ് ചെയ്യാനും കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് പൊടിച്ചു കൊടുക്കാം. മിക്സിയിലാവുമ്പോൾ നന്നായിട്ടത് എന്താ പറയുക ബ്ലെൻഡായി പോവും. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തരുതരാന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എടുത്തു മാറ്റിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊരു തവി കൊണ്ട് തന്നെ ഞാൻ സ്മാഷ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല ചൂടുണ്ട്, കൈ പൊള്ളിപ്പോവും. പിന്നെ എങ്ങനെയൊക്കെയോ ആണത് കുഴച്ചെടുത്ത് കേട്ടോ ഞാൻ. അപ്പോൾ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടിയില്ല, സോറി, മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കിത് സ്വീറ്റ് പൊട്ടറ്റോയിൽ ചെയ്യാം, നമ്മുടെ മരച്ചീനിയിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ് കഴിക്കാത്ത മക്കളുണ്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ബീട്രൂട്ടോ ക്യാരറ്റോ ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുറച്ചൊരു ഉരുളയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിലും ഹാർട്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചെറിയ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മളുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം, എല്ലാവിടെയും ആവുന്ന പോലെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലേക്സിൻ്റെ മിക്സിലിട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ടങ് സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ, കോൺഫ്ലേക്സും കോൺഫ്ലവറും. അപ്പോൾ രണ്ടും കൂടിയിട്ട് നന്നായി അതൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളും കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് മാറ്റി വയ്ക്കാം. അതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിതാ പിന്നെ കുറച്ച് ഹാർട്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ അത് എന്ത് ഷേപ്പാവും എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആണ് കേട്ടോ. അപ്പോൾ അതും അതുപോലെ ആക്കി എല്ലാം ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാന് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് മൊരിച്ചെടുത്താൽ മതി. എയർ ഫ്രയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്പി ആയിട്ട് നന്നായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു ആവേശത്തിന് എല്ലാം കൂടി ഇട്ട് എന്താ പറയുക തിരിച്ച് മറിച്ച് ഇടാൻ സ്പേസ് ഇല്ലാണ്ടായപ്പോൾ കുറച്ച് ഷേപ്പൊക്കെ മാറിപ്പോയിട്ടോ. എന്നാലും ടേസ്റ്റ് നന്നായിരുന്നു. ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഗസ്റ്റുകളും ഉണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, പാവം എടുത്തിട്ട് വായയും പൊള്ളിപ്പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.